ലൈറ്റക്കാൻ്റെ പെർക്വസ്റ്റ് ഇവിടെ എത്തണ വരെ നമുക്ക് നിലനിൽക്കാനുള്ളൊരു മാർഗമാണ് ദൈവം തന്നിരിക്കുന്നത്. ഒന്ന് ലൈറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ്. 10,000-കണക്കിന് മനുഷ്യരുടെ, ലക്ഷക്കണക്കിന് പ്രാർത്ഥനയുടെ ഒരു വലിയ നിക്ഷേപത്തിലേക്കാണ് നീ ലൈറ്റക്കാൻ്റെ പ്രയർ റിക്വസ്റ്റ്. നിൻ്റെക്ക് ഒരു സങ്കടത്തിൻ്റെ കാലത്ത് അതിൻ്റെ ഓഹരി ചോദിക്കുമ്പോഴേ കൃപാസനത്തിന് പ്രൊഫൗണ്ടായിട്ടുള്ള അതിൻ്റെ അടിത്തറ ഉണ്ട്, ആത്മീയ അടിത്തറ. അതിൽ നിന്ന് അമ്മ നിന്നെ സഹായിക്കും. പെട്ടെന്നാണ് മറുപടി വരുന്നത്. അതിനുശേഷം അവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യുമ്പോൾ, ഓൺലൈൻ ഉടമ്പടി ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ അവർക്ക് ഇമെയിൽ കിട്ടും. കൺഗ്രാജുലേഷൻസ്, യുവർ ആപ്ലിക്കേഷൻസ് റിസീവ്ഡ്, നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റിയിരിക്കണമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുക്കും. അത് ജസ്റ്റ് 24 മണിക്കൂറാണ് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യണത്. 24 മണിക്കൂർ. എത്രയോ കാലങ്ങളാണ് ഇവർ അതിനു വേണ്ടി ഉറക്കവേ. അമേരിക്കക്കാരന് പകലാകാൻ വേണ്ടി നമ്മുടെ രാത്രികളെ പകലാക്കി എത്രയോ കാലം സംസാരിച്ചതാണ്. അവർക്ക് മനസ്സിലാകണം ഇംഗ്ലീഷ്, അവർക്ക് മനസ്സിലാകണില്ല. അവരുടെ പറയുന്ന ഇംഗ്ലീഷ് ഇവർക്ക് മനസ്സിലാകണില്ല. ഇങ്ങനെ നീണ്ട കയറ്റി കിടക്കുന്ന സംഭവം അമ്മ ഓൺലൈൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ വിത്തിൻ നോ ടൈം 24 അവേഴ്സ്, വിത്തിൻ 24 അവേഴ്സ് അവിടെ നിന്ന് ഇമെയിൽ വരികയാണ്. ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയണത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരണമെന്ന് ചോദിക്കുമ്പോൾ ഉടമ്പടിയുടെ പാക്കേജ്, അതിൻ്റെ പദ്ധതി അതാണ്. അതായത് നമ്മളുടെ ഓരോ വിഷയത്തിനും, അതായത് ഇന്ന് എന്തുകൊണ്ടാണ് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഉടമ്പടി ചെയ്യാൻ കാരണം എന്താണ്? ഇപ്പോൾ ഉടമ്പടി വരുന്ന എല്ലാവരും തന്നെ ഒന്നാമത്തെ ഉടമ്പടി ശരിക്കും പഠിക്കണം. വളരെ ശ്രദ്ധയോടെ പഠിക്കണവർക്ക് കൂടുതലാണ് അതിൻ്റെ കാര്യം. ഇതിൻ്റെ നമ്മൾക്കുണ്ടാകുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ 65 വയസ്സ് കഴിഞ്ഞാൽ ഉടമ്പടി എടുപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞത്. ഉടമ്പടി അവർക്ക് മനസ്സിലാകത്തില്ല. അവർ കൊണ്ടുവന്ന് യൂദാസ് കുഞ്ഞാൻ്റെ പെട്ടി അസാധ്യക്കാരൻ്റെ മധ്യസ്ഥം എന്നും പറഞ്ഞുകൊണ്ട് കത്തിട്ടേക്കണ പോലെ അവർ പോകും. ചിലപ്പോൾ പ്രവർത്തനം ചെയ്യും, ചിലപ്പോൾ ചെയ്യത്തില്ല. കാര്യം അവരിങ്ങനെ ഈ അപേക്ഷ കത്തിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അസാധ്യ കാര്യമല്ലല്ലോ ഉടമ്പടി നടക്കണത്. ഉടമ്പടി നടക്കണ അസാധ്യ കാര്യങ്ങൾ നടക്കും. പിന്നെ എന്താണ്? അടിയന്തര എമർജൻസി ഉള്ള കാര്യങ്ങൾ, അസാധ്യ കാര്യങ്ങൾ മാത്രമല്ല നടക്കുന്ന ഉടമ്പടിയിൽ, അടിയന്തര കാര്യങ്ങൾ നടക്കും. ഇപ്പം കാനായിലെ കല്യാണ വിളയിൽ തന്നെ അടിയന്തര വിഷയമാണ്. കല്യാണ അടിയന്തരത്തെക്കുറിച്ചല്ല പറയണത്. അതായത് അവർക്ക് വീഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നം? ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ പോകും. കല്യാണത്തിനൊക്കെ യഹൂദിൻ്റെ കല്യാണത്തിന് അറിയാമല്ലോ, പാനോപചാരം എന്ന് പറഞ്ഞത് 10 ദിവസമാണ്. അതിനൊരു പഠിക്കാൻ വരുമ്പോൾ തന്നെ ഒരു കോട്ട് കൊടുക്കും. നമുക്ക് ഓവർകോട്ടില്ലേ, അതുപോലെ തന്നെയാണ് ഒരു ഓവർകോട്ട്. പഠിക്കൽ ചിലപ്പോൾ തന്നെ ഓവർകോട്ട് തൂക്കിയിട്ടേക്കും. അതൊക്കെ മുമ്പ് ഇവിടെ കല്യാണ കത്തുണ്ടാവും. കല്യാണ കത്തില്ലേ, അത് കത്ത് ഓരോരുത്തരെ അറിയിക്കുമ്പോൾ ഈ കല്യാണ കത്ത് അവർക്ക് കൊടുക്കും. കല്യാണ കത്തും കൊണ്ടാണ് ഇവർ വരുന്നത്. പഠിക്കുക വരുമ്പോൾ പഠിക്കുക ശിവായി നിൽക്കുന്നുണ്ടാവും. അയാൾ കത്ത് പരിശോധിക്കും. ആ പരിശോധിച്ചിട്ട് ഈ കത്തിൽ ഇയാളുടെ പേരുണ്ടെങ്കിൽ അതിനകത്ത്, ആ കത്തിൻ്റെ അകത്ത് എല്ലാവരുടെയും പേരുണ്ടാവും. ആ കല്യാണത്തിന് വിളിച്ചിരിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ പേരുണ്ടാവും. ആ കത്ത് വായിച്ച് നോക്കിയിട്ട് ഇയാൾക്ക് കല്യാണ വസ്ത്രം കൊടുക്കും. അതാണ് കർത്താവ് ചോദിക്കുന്നത്. സ്നേഹിത കല്യാണ വസ്ത്രം എന്നൊക്കെ ചോദിക്കണില്ലേ, നിൻ്റെ കല്യാണ വസ്ത്രം എവിടെ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പം കത്ത് ലഭിക്കാത്ത ആൾക്കാർ അതിൻ്റെ അടുത്ത് കയറിയിരിക്കുകയാണ്. ഇപ്പം മാത്രമല്ല ഇങ്ങനെയുള്ള അടിയന്തരം നോക്കി ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ പണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതായത് സ്നേഹിത നിൻ്റെ കല്യാണ വസ്ത്രം എവിടെ? അപ്പോൾ അവൻ നിന്ന് പരിങ്ങും, ഗെറ്റ് ഔട്ട് എന്ന് പറയും, പുറത്ത് പോടാന്ന് പറയും. അപ്പോൾ എന്തൊരു ആ അലർച്ച വല്ലാത്ത അലർച്ചയായിപ്പോയി. ഞാനവിടുത്തെ അവരവിടെ കോംപ്രമൈസ് ചെയ്ത് ഇരുത്തേണ്ടതല്ല. അവനെ കോംപ്രമൈസ് ചെയ്ത് അവിടെ ഇരുത്തേണ്ടതല്ലായിരുന്നോ? പക്ഷെ എന്താ പ്രശ്നം? വരപ്രസാദത്തിൻ്റെ വിഷയമാണ്. കല്യാണ വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? വരപ്രസാദമാണ്. നമ്മുടെ ഉള്ളിൽ നിൻ്റെ ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നതിന് ഈശോമിശിഹാ സ്ഥാപിച്ച കാണപ്പെടാത്ത അടയാളം, നമുക്ക് കാണപ്പെടാത്ത ദൈവത്തെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോമിശിഹാ സ്ഥാപിച്ച കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ. കൂദാശകളിലൂടെയും ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയാണ് നമുക്ക് വരപ്രസാദത്തിന് വരുമാനം കിട്ടുന്നത്.
ഈ ഒരു സംഭവം ഇല്ലാത്ത കക്ഷിയാണ് അകത്ത് കയറി ഇരിക്കുന്നത്. എവിടെയാണ്? ദൈവരാജ്യത്തിൻ്റെ കാര്യമാണ് ഈ പറയണത്. കല്യാണ വിരുന്നെന്ന് പറയുമ്പോൾ എവിടെയാണ്? ദൈവരാജ്യത്തിലെ കല്യാണ വിരുന്നാണ് ഈ പറയണത്. അവിടെ മണവാളൻ ഈശോയാണ്, സഭ മണവാട്ടിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് വരപ്രസാദം ഇല്ലാത്ത പക്ഷിയോട് പറയണത് എന്താണ്? കേരൗട്ട് അടിച്ചിട്ടുണ്ടല്ലോ, ഒരു 1-1.5 അടി അടിക്കണം എന്ന് വെച്ചാൽ കാര്യത്തോടെടുക്കുമ്പോൾ അണ്ടിയോടെടുക്കുമ്പോൾ മാങ്ങയുടെ പുളി നമ്മൾ അറിയും എന്ന് പറഞ്ഞ പോലെ ഈ വരപ്രസാദം, നിത്യജീവൻ, ദൈവരാജ്യം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഈശോയുടെ സംസാരത്തിൽ ഒരു പതുമയുമില്ല. അയാളെ ഗെറ്റൗട്ട് അടിക്കണമെന്ന് വെച്ചാൽ മിക്കവാറും ആ സ്ഥലം മൊത്തം കെട്ട് കാണും, ആ ഗ്രാമം. കാര്യം അത്രയും സീരിയസ് ആ വിഷയം. വരപ്രസാദം എന്ന് പറഞ്ഞ വസ്ത്രമാണ്, പുണ്യത്തിൻ്റെ വരപ്രസാദത്തിൻ്റെ വസ്ത്രമാണ് കല്യാണ വസ്ത്രം എന്ന് പറയുന്നത്. ഇത് ദൈവരാജ്യത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ചെല്ലുമ്പോഴില്ലെങ്കിൽ നമ്മൾ ഗെറ്റ് ഔട്ടാണ്. എൻ്റെ അതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. വീഞ്ഞ് തീർന്നു പോയത് എന്താവശ്യമാണത്? അത്യാവശ്യമല്ല, അസാധ്യകാര്യമല്ല. അസാധ്യകാര്യം ഇല്ലതേ. അസാധ്യകാര്യം അടുത്ത വീട്ടിൽ പോയി, അടുത്ത സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ പോയി ഈ വായ്പ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ അടുത്ത കടയിൽ പോയി കടം മേടിച്ചാൽ മതി. ഇപ്പോൾ വായ്പ മേടിക്കുക, കടം മേടിക്കുക എന്നുള്ള പ്രൊവിഷൻസൊക്കെ അമ്മയ്ക്ക് അറിയാം. പക്ഷെ അമ്മ നിൽക്കുമ്പോൾ നിനക്ക് വായ്പ വാങ്ങിക്കേണ്ടി വരത്തില്ല. അമ്മ നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ നിനക്ക് കടം മേടിക്കേണ്ടി വരത്തില്ല. ഇത് നീ പഠിക്കണം. ഞാനിത് പഠിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് വായിച്ചതല്ല. ഞാൻ അമ്മയുടെ കൂടെ അമ്മയുടെ ഉടുപ്പേ തൂങ്ങി നടന്ന കാലത്ത് അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണിതെല്ലാം. നമ്മുടെ മനസ്സിൽ ആത്മാവ് തോന്നിയിട്ടുള്ള കാര്യമാണ്. ആ കാനായിലെ കല്യാണത്തിൽ ആ വിഷയം നിസ്സാര വിഷയമാണ്. അത് വേണമെങ്കിൽ അമ്മയ്ക്ക് പരിഹരിക്കണമെങ്കിൽ അടുത്ത കടയിൽ പോയി കടം മേടിക്കാൻ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറഞ്ഞാൽ മതി. പക്ഷെ അമ്മ നിൽക്കുമ്പോഴേ നിന്നെ കണ്ടവൻ്റെ മുമ്പിൽ കൈനീട്ടാൻ അനുവദിക്കത്തില്ല. ഏത് അമേരിക്കക്കാരനാണെന്ന് പറഞ്ഞാലും അമ്മ ഇംഗ്ലീഷ്, നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞാലും അമ്മ ഇടപെട്ട് കഴിയുമ്പോഴുണ്ടല്ല അവൻ ചപ്പ അടിച്ചുകൊണ്ട് സാരം കണ്ട് ഇമെയിൽ വിടും. അതാണ് കാര്യം. അത് അനുഭവിച്ചിട്ടുള്ളവൻ പിന്നെ ഒരിക്കലും പോകത്തില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കണം, ചിന്തിക്കണം വിഷയമല്ല, അതിനേക്കാൾ വലിയ വിഷയമാണ്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥന്മാർ. ഇപ്പം ചില കാര്യങ്ങൾ അപ്പോസ്തലന്മാർ പറഞ്ഞാൽ നടക്കത്തില്ല, ഉറപ്പാണ്. ചില കാര്യങ്ങൾ അപ്പോസ്തലന്മാർ പറഞ്ഞാലും നടക്കത്തില്ല. എന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം? അതായത് ഇപ്പം നമുക്ക് ഉദാഹരണം കാനംകാരിയുടെ കാര്യമില്ലേ? കാനംകാരി ഒരു വിജാതി സ്ത്രീയാണ്. അവരെന്താ പറയണത്? ശ്രുതിക്കട്ടെ മക്കളെ, ആ വഹാഗ് എടുക്കാം നമുക്ക്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടിയുടെ വലിയ പ്രബോധനങ്ങൾ ഞങ്ങളെ ആത്മാവില് നവീകരിക്കുന്നതിനെ ഓർത്ത് ശക്തി പറയുന്ന കർത്താവേ. മത്തായിയുടെ സുവിശേഷം 15:27. മത്തായിയുടെ സുവിശേഷം 15:27. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്പർശനം കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. 26. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അവൾ പറഞ്ഞു, അതേ കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. 23 വായിച്ച് 15:23. എന്നാൽ അവനൊരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുവല്ലോ. അടുത്തവര് 24. അവൻ മറുപടി പറഞ്ഞു, ഇസ്രയേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പുണ്യാളന്മാരെല്ലാരും ഉണ്ട് അവിടെ. ശിഷ്യന്മാർ മൊത്തം ഉണ്ടേ. ശിഷ്യന്മാർ മൊത്തം അവിടെ ഇരിക്കുകയാണ് ഈ കാനംകാരുടെ കാര്യത്തിൽ. പക്ഷെ അത് വർക്കൗട്ട് ചെയ്തെടുത്ത സാധനം അവിടെയാണ് വിഷയം. അമ്മ ആരാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ്
വിശുദ്ധന്മാരെല്ലാവരും ഉണ്ട്. പത്രോസ് ഉൾപ്പെടെ എല്ലാ, അന്ത്രയോസ്, ഫിലിപ്പോസ്, എല്ലാ കക്ഷികളും അവിടെ ഉണ്ട്. അതിൻ്റെ ശിഷ്യന്മാരെന്താ പറയണത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. അപ്പം അതിന് മറുപടി അതിനേക്കാൾ കഷ്ടമാണ്. എന്താ പറഞ്ഞത്? അവൻ മറുപടി പറഞ്ഞു, ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് പ്രശ്നം. പക്ഷെ അവിടെ അമ്മയാണ് നിന്നിരുന്നെങ്കിൽ അത്രയും വർത്തമാനം പറയത്തില്ല. അത്രയും വർത്തമാനം പറഞ്ഞാൽ പോലും കർത്താവ് അത് അമ്മയുടെ വാക്ക് മാനിച്ചുകൊണ്ട് ചെയ്തു കൊടുക്കും. കാര്യം അതാണ് വിഷയം. മരിയൻ മീഡിയേഷൻ്റെ ഒരു പ്രത്യേകത അതാണ്. മരിയൻ മീഡിയേഷൻ്റെ പ്രശ്നം എന്താ? അപ്പം നിങ്ങൾ ചോദിക്കും, പുണ്യാളന്മാരെ ഈശോ വിളിച്ചതല്ലേ? അപ്പോസ്തലന്മാരെ എല്ലാം ഈശോ വിളിച്ചതല്ലേ? പിന്നെ അവർക്ക് വാക്കിനെന്താ ഈശോ വില കൽപ്പിക്കാത്തത്? എന്താ പ്രശ്നം വെച്ചാൽ, അതായത് കപ്പാസിറ്റി, ക്ലെയിം ആൻഡ് കപ്പാസിറ്റിയുടെ വിഷയമാണിത്. അതാണ് വിഷയം. അതായത് നമ്മൾ ദൈവത്തിൻ്റെ മുമ്പ് നിൽക്കുമ്പോഴേ നമ്മുടെ വിശ്വാസത്തിൻ്റെ കപ്പാസിറ്റി പരിശോധിക്കണം. കാര്യം നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്ലെയിമാണ്. എന്താണ് ക്ലെയിം? ഇപ്പം നീ ദൈവദരിസനം അപ്പോൾ നീ ദൈവദരിസനം നിൽക്കുമ്പോൾ ഇപ്പം നിൻ്റെ ഉദാഹരണത്തിന് നിൻ്റെ കപ്പാസിറ്റി എന്താണ്? നിൻ്റെ റേറ്റിംഗ് എന്താണ്? ഇപ്പം നീ നിൻ്റെ വീട്ടിലെ നിൻ്റെ ആങ്ങള അവന് അമേരിക്കന്ന് ഗാമയുടെ എന്നൊക്കെ വരിക എപ്പോഴാണ് വന്നത്? നീ രണ്ടാമത്തെ കുർബാനയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി, ആദ്യത്തെ കുർബാനയ്ക്ക് അപ്പനെയും പിള്ളേരൊക്കെ വിട്ടെങ്കിലും രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നീ ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് നിൻ്റെ ആങ്ങള വന്നത്. ആങ്ങള വരുമ്പോൾ അവിടെ വെച്ച് ഈ പണ്ടാരങ്ങളെല്ലാം വന്നത് നമ്മളെ ദൈവത്തിന് അടിച്ചു മാറ്റാനായിരിക്കും. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ പണി പാളും. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ഇപ്പം ആങ്ങള വന്ന് പറഞ്ഞ കക്ഷി വന്നു. അയാൾ കാനഡയിലായിരുന്നു, അയാൾ വന്നതാണ്. അയാളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആണ് ഇവളുടെ പെങ്ങളുടെ മകന് വിസ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പെങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? എന്നാൽ സാരി കൊണ്ട് കഴിച്ചിട്ട് ശരി. അപ്പം പിന്നെ ഭർത്താവിനെ വിളിക്കുന്ന പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഇറച്ചി മേടിച്ചുകൊണ്ട് പോകും, പന്നി മേടിച്ചുകൊണ്ട് പോരാൻ പറയും. ഇപ്പം വേറൊരു പന്നിയായിട്ട് ഇവിടെ മാറും. ഇതാണ് സംഭവം. ആൾക്കാരെങ്ങനെയാണ് പരാജയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം വെച്ചാൽ ഒന്നാമത്തെ സംഭവം എന്താണ്? ഒന്നാമത്തെ കുർബാനയ്ക്ക് മക്കളെ വിട്ട് ഭർത്താവിനെയും വിട്ട് അവർ പോയി. രണ്ടാമത്തെ കുർബാനയ്ക്ക് ഇവർ ഒരുങ്ങി പുറത്തേക്ക് വന്നപ്പോഴാണ് ആങ്ങളെ കാനഡയിൽ നിന്ന് വന്നത്. ഇനി ഇവനെ എങ്ങാനും വെറുപ്പിച്ച് കഴിഞ്ഞാൽ മകൻ വീട്ടിൽ നിൽക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് പോകണോ, കുർബാനയ്ക്ക് പോകണോ, ആങ്ങളെ പ്രസാദിപ്പിക്കണോ, ദൈവത്തെ പ്രസാദിപ്പിക്കണോ, ഈ ഒരു സംഭവം എടുത്തു കഴിയുമ്പോൾ മിക്കവാറുമുള്ള പെണ്ണുങ്ങളെല്ലാം പടഞ്ചായും. എന്താണ്? ആങ്ങളെ പ്രസാദിപ്പിക്കും. ആങ്ങളെ പ്രസാദിപ്പിച്ചുകൊണ്ട് കുർബാനയല്ലേ, കുർബാന നാളെയും കൂടാതെന്ന് പറയും. അതാണ് സംഭവം. ആങ്ങളെ നിത്യത വരെ ഉണ്ടാകുമെന്നാണ് ഈ പെലിച്ചായുടെ ചിന്ത. ഈ പണ്ടാരം മിക്കവാറും നീ കാരണം തന്നെ ഈ മനുഷ്യൻ ദൈവത്തിൽ തകർന്നു പോകും. എന്താ കാരണം? ഒന്നുമില്ലെങ്കിലേ അവനെ എന്തെങ്കിലും നല്ല വാക്ക് പറഞ്ഞിട്ട് നിനക്ക് ഇപ്പം അളിയൻ വരും എന്ന് പറഞ്ഞാൽ ഫോണൊക്കെ കൊടുത്തിട്ട് അളിയനോട് സംസാരിച്ചിട്ട് നിനക്ക് നേരെ പള്ളിയിൽ പോകാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിനക്കില്ലാത്ത കാരണം നീ ഉടനെ വിളിച്ച് പറയുന്നത് എന്താണ്? അളിയൻ വന്ന് കേട്ടാ, അങ്ങനെ വന്നിട്ടുണ്ട്, നിങ്ങളെ പന്നി മേടിച്ചുകൊണ്ട് പോരാൻ പറയും. അതാണ് നീ പറയണത്. എന്നിട്ട് നീ സാരിയെല്ലാം കഴിച്ചിട്ടിട്ട് നീ ഇവിടെ അടുക്കളയിൽ കയറിയൊക്കെയാണ്. ഇത് പിന്നെ കുറേ കുളുകുള വർത്തമാനം. നീ മെലിഞ്ഞു പോയില്ല, ചടച്ചു പോയില്ല, ആനെ കൂന ഒരു കരുതയില്ലേ, അവനെ സോപ്പിടാൻ വേണ്ടി പഞ്ചാരടിക്കുന്നു ഒരു. അതായത് ഇതെല്ലാം ദൈവത്തിനറിയാം. നിൻ്റെ പെയിൻറ്റ് മാറണം കണ്ടില്ലേ? എന്തിനാണ് നിൻ്റെ ഈ ഗ്യാരണ്ടീഡ് കളറാണെന്ന് ചോദിക്കണതാണ് പ്രശ്നം. ഓരോ ഇഷ്യൂ ഉണ്ടാകണത് എന്താണ്? നിൻ്റെ വിശ്വാസം ഗ്യാരണ്ടി ഉള്ളതാണോ? പലരുടെയും വിശ്വാസം ഐസ്ക്രീമല്ല, ഈ കേക്കിൻ്റെ പുറത്തിരിക്കുന്ന ബട്ടറാണ് സാധനം. ബട്ടറാണ് അത്. പിള്ളേർക്ക് മാന്തി തിന്നാനുള്ള സാധനമാണ്. നമുക്ക് കേക്ക് മുറിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ആരാ വരുന്നത് ആദ്യം? കുഞ്ഞുങ്ങൾ വരും. കുഞ്ഞുങ്ങൾ നമ്മൾ മുറിക്കണമുമ്പ് തന്നെ കൈയുടെ അകത്ത് കൈയും കൊണ്ട് വന്നിട്ട് അതുപോലെ തത്തയും പൂച്ചയും അതുപോലെ തന്നെ പൂവൊക്കെ പറിച്ചു തന്നുകൊണ്ട് പോകും. അപ്പോൾ നമ്മളിവിടെ കൈ പോവും അമ്മ എടുത്തു തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും സമ്മതിക്കത്തില്ല. കൊച്ചുപിള്ളയുടെ സ്വഭാവമാവില്ല.
അപ്പോൾ എന്താണ്, കേക്കിൻ്റെ പുറത്തേക്കുള്ള ബട്ടർ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശം അതാണ്. ഷുഗർ പിടിച്ച പ്രായമുള്ളവർക്കുള്ളതല്ലത്, കുഞ്ഞുങ്ങൾക്കുള്ളതാണത്. അവർക്ക് രസം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അവരതെങ്ങനെയൊക്കെ കൈ മുറിച്ചൊക്കെ കൊണ്ടുപോയിക്കൊള്ളും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ജീവിതത്തിൻ്റെ ബട്ടർ ഭാഗങ്ങൾ, ഇതുപോലെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഇതുപോലുള്ള ഭാഗങ്ങൾ, മധുരിപ്പിക്കുന്ന ഭാഗങ്ങൾ, ഇത് എന്തുമാത്രം ഉണ്ട് എന്നറിയാനും അത് നിന്നെ എപ്പോഴും ദൈവം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ മക്കൾ, ഇത് അത്ര നിസ്സാരമല്ല കേട്ടോ ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ. കാര്യം ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് നമുക്ക് നിത്യതയല്ലേ. നിത്യതയായത് കാരണം നല്ല പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പം കർത്താവ് ഒരു വാക്ക് പറഞ്ഞില്ലേ, എന്താണ്, നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിദ്യാഭ്യാസം സമർപ്പിക്കുന്നു. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന. ഈശോയെ സ്പർശിക്കണമേ കർത്താവേ. ഒന്ന് കൊരിന്ത്യർ 6:20. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് കൊരിന്ത്യർ 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇതാണ് പ്രോബ്ലം. അതായത് നമ്മളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ദൈവം അവൻ്റെ ജീവൻ ചുരിഞ്ഞ് സഹനത്തിലൂടെ വിലക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളും ദൈവത്തെ വിലക്ക് വാങ്ങേണ്ടി വരും. അതാണ് പ്രശ്നം. സൗജന്യമല്ല. ഇപ്പം എന്തുകൊണ്ടാണ് ഈ ആങ്ങളെ ഈ സമയത്ത് തന്നെ വന്നത്? പേയ്മെൻറ്റ് സീറ്റാണത്. 1 കൊരിന്തോസ് 7:23. 1 കൊരിന്തോസ് 7:23. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. 1 കൊരിന്തോസ് 7:23. അതായത് നമ്മളെ ദൈവം അവിടുത്തെ വിശുദ്ധമായ രക്തത്താൽ വിലക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ നമുക്ക് കിട്ടണതിന് പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്. ഇപ്പം ആങ്ങളെ വന്നപ്പോഴേ ആങ്ങളയോടാണ് ആ സ്നേഹം. പള്ളിയിൽ പോണ അതാ ആങ്ങളുടെ കൂടെ നിന്ന് അവന് ഭക്ഷണം കൊടുക്കണ ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ പെങ്ങളെന്താ സംഭവിച്ചിരിക്കുന്നത്? പെങ്ങൾ പള്ളി നാളെ പോകാൻ സെക്കൻഡ് ഓപ്ഷൻ വെച്ച് കർത്താവിന് സെക്കൻഡ് ഓപ്ഷൻ ആക്കിയിട്ട് ആങ്ങളെ ഒന്നാമത്തെ ഓപ്ഷനാക്കിയെടുത്ത്. അതാണ് വിഷയം. ഒന്നാമത്തെ ഓപ്ഷനാക്കി. ഇതോടുകൂടി നിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നിൻ്റെ കപ്പാസിറ്റി പോയി. വി ആർ ടോക്കിംഗ് അബൌട്ട് ക്ലെയിം ആൻഡ് കപ്പാസിറ്റി. ഉടമ്പടി കവനൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കപ്പാസിറ്റി ഉണ്ടാക്കുന്നതാണ്. ഈ കപ്പാസിറ്റിയാണ് നമ്മുടെ ക്ലെയിമിൻ്റെ ആധാരം. അത് എപ്പോഴും ഉണ്ടാക്കണം. അത് നിങ്ങൾ ക്രിസ്തുവിൽ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വളരാൻ ഉദ്ദേശിക്കട്ട ഇല്ലാതെ ഈ കപ്പ കഞ്ഞി IELTS അതുപോലെ തന്നെയുള്ള ജോലി, അതുപോലെ തന്നെയുള്ള
വിടുവെപ്പൊക്കെ മാത്രമാണെങ്കിൽ സെമിത്തേരി വരെ മാത്രമേ ഈ സംഭവം വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. നിത്യതയാണ് ഉടമ്പടിയിലെ ആത്യന്തികമായ ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ നോക്കണം. കപ്പാസിറ്റി എന്താണ്? അത് നമ്മൾ ദൈവവുമായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ വിലക്ക്, ഇപ്പോൾ 1 Corinthians 7:23 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാമല്ലോ, ഞാൻ നിന്നെ വാങ്ങിയാണ് പേയ്മെൻറ്റ് കൊടുത്താണ്, എൻ്റെ ബ്ലഡ് കൊടുത്താണ് നിന്നെ വിലക്ക് വാങ്ങിയിരിക്കണത് എന്നാണ് ഈശോ പറയണത്. അപ്പോൾ നമ്മളെ വിലക്ക് വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭാഗത്ത് നമ്മളും അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെയെല്ലാം കൊടുക്കാൻ പറ്റും ദൈവത്തിൻ്റെ. അതാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയണത്. നമുക്ക് വിശ്വാസം നമ്മുടെ പേയ്മെൻറ്റാണ്. പ്രത്യാശ, ഇപ്പം അങ്ങനെ പറഞ്ഞു കേട്ടില്ലേ, ആരാണ്? ഞങ്ങൾ രാവിലെ നടപടി 26:7 എന്താണ്? ഞങ്ങൾ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി ഞങ്ങൾ രാവും പകലും ആരാധനയെ ചെലവഴിച്ച്, പേയ്മെൻ്റാണത്. അത് പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അതിനെന്ത് വേണം? അവർക്ക് പ്രത്യാശ വേണം. രാവും പകലും ആരാധന ചെലവഴിക്കണമെങ്കിൽ വിശ്വാസം വേണം. പിന്നെ എന്ത് വേണം? കാര്യം എന്താ പറയുക, ഞങ്ങൾ രാവും വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി പറഞ്ഞത്, രാത്രിയും പകലും തീഷ്ണതയോടെ ആരാധന അർപ്പിച്ചുകൊണ്ട് ഈ വാഗ്ദാനം പ്രാപിക്കാമെന്ന് പ്രത്യാശിക്കുന്നു. അപ്പം വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അവരെന്താ ചെയ്തത്? യഹൂദ ജനത രാവും പകലും ആരാധന നടത്തി. അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? വിശ്വാസമുണ്ട്, അല്ലേ? വിശ്വാസമുണ്ട്. പിന്നെ എന്താണ്? പ്രത്യാശ. പിന്നെ ദീർഘക്ഷമയുണ്ട്. ചില കാര്യങ്ങൾക്ക് ഇത്തിരി താമസിക്കും, ദീർഘക്ഷമ. അത് ഉടമ്പടിയിൽ ആ വിഷയം അധികം വരണില്ല. പക്ഷേ എങ്കിലും ഹെവി ഡ്യൂട്ടി ചില വിഷയങ്ങൾ, നിത്യത ആണ് നിയോഗമായിട്ട് വരുന്ന ചില വിഷയങ്ങളുണ്ട്. നിത്യത നിയോഗമായിട്ട് വരുന്ന വിഷയങ്ങൾ. ഇപ്പോൾ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ 14 കൊല്ലം എൻ്റെ അമ്മയെ അവിടെ കിടക്കയിൽ ശരീരം അഴുകാതെ അവരെ സംരക്ഷിച്ചു. എൻ്റെ അനിയത്തിയുടെ മനസ്സമ്മതത്തിന് പോലും ഞാൻ പോയിട്ടില്ല. 14 കൊല്ലം ഈ അമ്മ തളർന്നു പോയ ആളാണ്, പ്രഷറടിച്ച്. അവിടെ മുതുക് വ്രണപ്പെടാതിരിക്കാൻ വേണ്ടി, അഴുകാതിരിക്കാൻ വേണ്ടി ഈ മരുമകൾ സ്വന്തം മകളെക്കാൾ നല്ലവണ്ണം അവരെ നോക്കുകയാണ്. അതാണ് അവിടെ കപ്പാസിറ്റി. എന്താ കാര്യം? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നുള്ള വചനം കർത്താവിൻ്റെ സ്നേഹത്തെപ്പെടുത്തി തളർന്നുപോയ ആൾക്കാർ നമ്മൾ ചെന്നാൽ മാത്രമേ അവരൊന്നും മറച്ചിടാനോ തിരിച്ചിടാനോ പറ്റത്തുള്ളൂ. അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ എന്നാ പറ്റണതാണത്? കർത്താവിന് തന്നെയാണ് ആ ശുശ്രൂഷ പോണത്. ഇതാണ് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയണത്. ഉടമ്പടി നിങ്ങളെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ഞങ്ങൾ ഇവിടുന്ന് നിങ്ങളോട് പറയും, രോഗികളെ കാണുക, അവരെ കുളിപ്പിക്കുക, നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടത്തുമെന്ന് പറയുമ്പോൾ, ഇനി അത് ചെയ്യണമില്ല ഇത് ചെയ്യണമില്ല എന്ന് പറഞ്ഞാൽ മോന്തയും കയറ്റി അളിഞ്ഞ മോന്തയുമായിട്ട് ചില പെരിച്ചാഴികൾ ഇവിടുന്ന് പോകുന്നുണ്ട്. അവരൊരു കൊങ്ങലത്ത് ഗുണം പിടിക്കത്തില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ദൈവത്തിന് വേണ്ടി വന്നതല്ല, അവരുടെ വയറ്റുപൂർണ്ണത്തിന് വേണ്ടി വന്ന് വെറുതെ കൃപാസനത്തിൻ്റെ സമയം കളയേണ്ടതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് അവരെ കൊണ്ടൊരു പ്രയോജനമില്ല. കാര്യം എന്താണ്? ദൈവം ചില കാര്യങ്ങൾക്ക് അവർക്ക് കപ്പാസിറ്റി ഇല്ല. ഇത്തിരി ഹെവി ഒരു രോഗിയായി കുടുംബത്തിൽ തന്നെ ഉണ്ട് രോഗികൾ കുളിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളവർ. ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ, അനിയൻ്റെ ഭാര്യയാണ്, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അപ്പം അതുങ്ങളെ ആ കാര്യമുള്ളത് കണ്ട് അപ്പന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും, പക്ഷേ കുളിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചേച്ചിമാരാരെങ്കിലും ചെറുത്തിമാരാരെങ്കിലും അല്ലെങ്കിൽ പെൺമക്കളാരെങ്കിലും ഒക്കെ ചെല്ലുകയാണെങ്കിൽ, അവർ ഉടമ്പടി എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രായമായവർ മെഴുകിയൊക്കെ കിടക്കുന്നവരെ നിങ്ങളെ കുളിപ്പിക്കണം. അതെന്താണ്? അത് നമ്മുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനാണ്. കപ്പാസിറ്റി വർദ്ധിച്ചാൽ, ദൈവദൃശ്യ കപ്പാസിറ്റി വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്ക് ക്ലെയിം ഉണ്ടാവും. ക്ലെയിം കർത്താവിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നില്ല, അതല്ലേ ഇപ്പോൾ അയാൾ പറയണത് 3:6 പറയണില്ലേ, അല്ലേ? നടപടി പുസ്തകം വരുമ്പോൾ ഉടനെ കാണുമ്പോൾ എന്താ കപ്പാസിറ്റിയെക്കുറിച്ചാണ് പറയണത്.
എനിക്ക് പൊന്നും വെള്ളിയോ ഒന്നുമില്ല, വെള്ളിയോ സ്വർണമോ വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. നടപടി 3:6 അതെ അതെ, നടപടി 3:6 ഒന്ന് പറഞ്ഞേ. വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അപ്പൊ തന്റെ കപ്പാസിറ്റിയാണ് 10 ദിവസം പറഞ്ഞത്. വെള്ളിയും സ്വർണമൊന്നുമില്ല, പണിക്ക് പോയിട്ട് വർഷങ്ങളും മാസങ്ങളൊക്കെ ആയി, സാമ്പത്തികമായ വില ഗതിയൊന്നും ഇല്ല. പക്ഷെ അതൊന്നും ആ മനുഷ്യൻ്റെ ആന്തരികമായ മനസ്സിനെ ഒന്നും ബാധിക്കണില്ല. ഇപ്പം നമുക്ക് സാമ്പത്തികം, ഇപ്പം നാളത്തെ ആഹാരത്തിന് നമുക്ക് കണ്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിത്തൂങ്ങാൻ കയറെടുക്കത്തില്ലേ? അത് കഴിഞ്ഞാൽ നമ്മളുടെ ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ എൻ്റെ കർത്താവ് അയാൾ പറയുന്നത് എന്താണ്, എനിക്ക് പൊന്നും വെള്ളിയും ഇല്ല, ഞാൻ അതിന് മോന്തയും കയറ്റി നിലയും പിടിച്ച് നാട്ടുകാരുടെ തെറി ദൈവത്തിൽ തെറി പറഞ്ഞ് നാട്ടുകാരെ കുടുംബക്കാരുടെ തെറിയും പറഞ്ഞ് നടക്കണില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് 10 മണിയാകുമ്പോൾ പെണ്ണുമ്പിള്ള അടുത്തേക്കറി നിൻ്റെ ശ്രീധം കൊണ്ടുവന്നിട്ടില്ല, നിനക്ക് തന്നില്ല, നിൻ്റെ ആങ്ങളെന്നെ പറ്റിച്ച്, നിൻ്റെ അപ്പനെ പറ്റിച്ച് എന്ന് പറഞ്ഞ് പുള്ളി 2 വാട്ടിച്ചടിച്ചുകൊണ്ട് വെറുതെ ഇരുന്നതിന് പഞ്ചാംഗം വായിക്കണം കാണാൻ വീട്ടിരുന്നുണ്ട്. ഇങ്ങനെ ഉള്ള തല്ലിക്കൊല്ലണം ശരിക്കും പറഞ്ഞാൽ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവനിലേക്ക് ദൈവമില്ല, ദൈവത്തിലെല്ലാം ആശ്രയിക്കണത്. പെണ്ണുമ്പിള്ളയുടെ ആങ്ങളുടെ വീട്ടിൽ നിന്ന് പഴയ അപ്പൻ രോഗിയായത് കൊണ്ടാണ് അവർ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ടേ ഇടും, മനുഷ്യ അപ്പൻ തന്നേനെ, അപ്പൻ്റെ കിടപ്പായി പോയില്ലേ. ഇപ്പം അവിടുത്തെ കൈകാര്യങ്ങളൊക്കെ മാറിപ്പോയി. ഇതൊക്കെ ഇയാൾക്ക് അറിയാം. ഇയാൾ വാട്ടിസ് അടിച്ച് കഴിയുമ്പോൾ അതിന് ഇവൾ കഴുത്തേക്കാറായിരിക്കാൻ വേണ്ടി ജാമ്യം എടുക്കണതാണ് ഇവളുടെ ശ്രീധനം പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയുള്ള എല്ലാ തരികിട പരിപാടികളും കർത്താവിന് നിൻ്റെ ഹൃദയം അറിയാം. മനുഷ്യൻ മുഖം നോക്കുന്നു, ദൈവം ഹൃദയം അറിയുന്നു. അപ്പോൾ ദൈവത്തെ മറന്ന് നീ ഒരു ഡയലോഗിനും പോകരുത്. എന്താ, നിൻ്റെ കപ്പാസിറ്റി പോകും. നിങ്ങൾക്ക് നമ്മൾ വിത്തിട്ടിരിക്കണ നെല്ലില്ലേ, അതെടുത്ത് നമ്മൾ കുത്തി കഞ്ഞി വെച്ചാലുള്ള അവസ്ഥ എന്താ? അത് ഇതുപോലെയാണ് ചില ആൾക്കാർക്ക് സംഭവിക്കണത്. എന്ന് വെച്ചാൽ നമ്മൾ വിത്തിന് ഇട്ടിരിക്കണ നെല്ല്, ഇപ്പം നെല്ലും എൻ്റെ ഒരു കാലം പോയി, ഇപ്പം തടവില്ല. എല്ലാം ആൾക്കാർ റിസോർട്ടുകാരെ കൊണ്ടുപോയി അവർ പത്താഴമൊക്കെ ഉണ്ടാക്കി സായിപ്പന്മാർക്ക് കഞ്ഞിയും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ നാട്ടിലുള്ള എല്ലാ പത്താഴം പോയില്ല, കുടുംബങ്ങളെല്ലാം പോയില്ലേ, എല്ലാം പൊളിച്ച് വിറ്റവരുണ്ട്. അല്ലാത്തവർ റിയൽ എസ്റ്റേറ്റുകാരല്ലാത്തവരൊക്കെ പത്താഴം വലിയ വിലക്ക് മേടിച്ചു കൊണ്ടുപോയി റിസോർട്ടിൽ ഭംഗിയായിട്ട് പഴയ ഒരു ആൻറ്റിക്വിറ്റി പോലെ സൂക്ഷിക്കുന്നുണ്ട്. എന്തും ആയിക്കോട്ടെ. പക്ഷേ പണ്ടത്തെ ഒരു വർത്തമാനമാണ്. എന്താണ്? അതായത് ഈ വിത്തിട്ടിരിക്കുന്ന നെല്ലെടുത്തിട്ട് ആൾക്കാർ കഞ്ഞി കുത്തി കുടിക്കും, കഞ്ഞി വെച്ച് കഴിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നീ ഇതുപോലെയുള്ള ഡയലോഗൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കൃപ നിനക്കുണ്ടെങ്കിൽ അതുകൂടി പോയി കിട്ടും. മനസ്സിലായില്ലേ? നീ കുഞ്ഞുനാളിലല്ലാത്ത എന്ത് നല്ല നന്മ പ്രവർത്തികളൊക്കെ ഒത്തിരി ചെയ്ത് കാണുമല്ലോ. ഒരു മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ പല നല്ല പ്രവർത്തികളും ചെയ്ത് കാണും. പക്ഷെ ദൈവത്തിനെ മറന്ന് ഇതുപോലെ നീ വെള്ളമടിച്ചതിൻ്റെ പേരിൽ ഭാര്യ നിൻ്റെ മേക്കെട്ടുകാരായിരിക്കാൻ വേണ്ടി അത് ഈ മൂടുപടമായിട്ടും നിൻ്റെ വീട്ടിൽ നിന്ന് തളർന്ന് കിടക്കുന്ന അപ്പൻ ശ്രീധരൻ തന്നില്ലെന്ന് പറഞ്ഞ് നീ ഇവിടെ പെയ്ത് പെറുക്കിയ എന്താ സംഭവിക്കാൻ പോണത്? നീ വിത്തിനിട്ടിരിക്കുന്ന നെല്ല്, നിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഇരിപ്പ് ദ്രവ്യം, അതായത് നിൻ്റെ ഇരിപ്പ് ദ്രവ്യമില്ലേ, അത് നഷ്ടപ്പെടും. അത് നഷ്ടപ്പെടുത്തരുതൊരിക്കലും, മണ്ടത്തരവാണ്. പക്ഷേ ഇത് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവ് ഉണ്ടാകണ്ടേ? പരിശുദ്ധാത്മാവിന് വീട്ടിൽ നിർത്തിയിട്ട് വേണ്ട പരിശുദ്ധാത്മാവ് ഉണ്ടാകാൻ. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതം ആത്മാവിലുള്ള ജീവിതമാണ്. ആത്മാവ് പറയട്ടെ, മകനെ ഇപ്പോഴൊന്നും സംസാരിക്കരുത്, ഇതൊന്നും വിഷയമല്ല, അപ്പൻ തളർന്ന് കിടക്കുകയാണ്, അപ്പനെ കൊണ്ടല്ലല്ലോ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. സത്യമില്ലേ? അത് ആരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പനെയും അമ്മനെയും കണ്ടുകൊണ്ടല്ല, സഹോദരങ്ങളെ കണ്ടുകൊണ്ടുമല്ല. എന്താണ്? ദൈവത്തെ ഒരാളെ കണ്ടുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? അപ്പനെന്ന പിതാവ് ഈ ഭൂമിയിൽ ആരെങ്കിലും അപ്പ ഇപ്പാന്ന് വിളിക്കേണ്ട കാര്യമില്ല, നിൻ്റെ അപ്പൻ ഞാനാണ്. 10:23 വചനമില്ലേ? അല്ല, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:23 എന്താ പറയണത്? നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? പിതാവിൻ്റെ സ്ഥാനമെന്ന് പറയണത് എന്താണ്? അവൻ നിത്യനായ പിതാവ്. 9:54 വായിക്കുക, ഐസയ 9:54 എന്താ പറയണത്? അവൻ നിത്യനായ പിതാവ്, സമാധാന പ്രഭു, ദൈവമാണ് പിതാവെന്ന്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ എന്താ പറ്റണത്? നിൻ്റെ പിതാവിൽ നിന്ന് നിനക്ക് ഓഹരി കുറഞ്ഞു പോയാൽ, നിൻ്റെ അമ്മായിയപ്പിൽ നിന്ന് നിനക്ക് ഓഹരി കുറഞ്ഞു പോയാൽ അത് പിതാവായ ദൈവം നിന്നെ റെക്ടിഫൈ ചെയ്യും. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ലെന്ന് പറഞ്ഞതാരാണ്?
എല്ലാ കുറവുള്ളൊരു മനുഷ്യനാണത് പറഞ്ഞത്. കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവത്തില്ലെന്ന്. ആരാണ് പറഞ്ഞത്? എടാ ദാവീദ് പറഞ്ഞാണ്. എപ്പോഴാണ് പറഞ്ഞത്? അതായത് എല്ലാ കുറവും ഉണ്ടെന്ന് ഉള്ളൊരു മനുഷ്യനാണ്. കാര്യം എന്താണ്? സാമൂല് അഭിഷേക തൈലമായിട്ട് വരുമ്പോൾ ജെസ്സെ ഓരോ മക്കളെ പിടിച്ച് നിർത്തുമ്പോഴേ അവനല്ലെന്ന് ആത്മാവ് സാമൂൽ പ്രവാചകനോട് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നിനക്ക് ഇത്രയും മക്കളുള്ളത് ചോദിക്കാൻ പറഞ്ഞ് ഒരുത്തനുണ്ട്, അവൻ എപ്പോഴും പാട്ടും കൂത്തുമായിട്ട് നടക്കുകയാണ്, അവനെ കൊണ്ടൊരു കഥയുമില്ല, അവനെ പേര് ഞങ്ങൾ ആടനെ മേയ്ക്കാൻ പറഞ്ഞ് വിട്ടിരിക്കും. വിളി അവനെന്ന് പറയും. അവൻ വരുമ്പോൾ ആത്മാവ് പറയും ഇവനാണ് അവൻ. ആരാണ്? അവൻ്റെ തലയിലിട്ട് അഭിഷേക തൈലം ഒഴിക്കും. അവനായി എഴുതിയിരിക്കുന്നത് കർത്താവ് എൻ്റെ ഇടയനാണ്. എന്താ കാര്യം? എനിക്കൊന്നിനും കുറവില്ല. അപ്പം എനിക്ക് കുറേ കുറവ് കണ്ടായിരുന്നു, അതുകൊണ്ട് എന്നെ വീട്ടിൽ നിർത്തിയിട്ടില്ല. ഒരിക്കൽ സാവൂൾ ചോദിക്കുവേ, നിനക്ക് വല്ല യുദ്ധം ചെയ്ത് വല്ല പരിചയം ഉണ്ടെന്ന് ചോദിക്കാൻ പറയും, എനിക്കതിൽ കുറവാണ്, എൻ്റെ അപ്പൻ എന്നെ യുദ്ധമൊന്നും പഠിപ്പിച്ചിട്ടില്ല. അപ്പം നിനക്ക് പിന്നെ ഈ ഫിലിസ്തീനെ എങ്ങനെയാണ് നീ കൈകാര്യം ചെയ്യണത്? അത് ഞാൻ കരടിയും സിംഹത്തിനൊക്കെ ആടിനെ ആക്രമിക്കാൻ വരുമ്പോൾ ഞാൻ അതിനെ കാലെ പിടിച്ച് നിലത്തിട്ടടിച്ചിട്ടുണ്ട്. മാതാവി, സാവൂളെ എഴുന്നേക്കൂടനെ. കാര്യം സാവൂളൊരു പൂച്ചയെ പോലും കൊന്നിട്ടില്ല. അപ്പോഴാണ് ഒരുത്തം വന്ന് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ സിംഹത്തെ കൊന്നിട്ടുണ്ടെന്ന്. അതാണ് മനുഷ്യന്മാരുടെ മുമ്പിൽ എല്ലാ കുറവുള്ള ആളാണ്, യുദ്ധം പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഗോലിയാത്തിനെ കാണുമ്പോഴെന്താ പറയണത്? നീ നിന്റെ വാളിലും കുന്തത്തിലൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ എൻ്റെ ദൈവമായ കർത്താവിലാണ് ആശ്രയിക്കുന്നത്. ഞാൻ ദാവീദിൻ്റെ കല്ലറയിൽ പോയി എന്ന് കണ്ണീരോടെ ഒരു ജപമാല മൊത്തം ചൊല്ലിയതാണ്. അതിൻ്റെ പേരിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം എന്നെ അറിയാതെ പോയി കളഞ്ഞതാണ്. എന്നിട്ട് ഞാൻ പഴയ ജെറുസലേം മുഴുവനും 3 മണിക്കൂർ ഞാനും വിജയകുമാരൻ കൂടി അലഞ്ഞു നടന്നാണ് നട്ടപ്രാന്തം വെയിലത്ത്. അത്രയും മനസ്സുരുകി പ്രാർത്ഥിച്ചാണ്. കാര്യം ദാവീദ് ആരാണെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എന്ന് ഈശോയോട് ചോദിക്കുമായിരുന്നു, ഈശോ ദാവീദ് കുഴപ്പങ്ങളൊക്കെ കാണിച്ച ആളല്ലേ, പിന്നെ നീ എന്തിനാ എപ്പോഴും അവനെക്കുറിച്ച് പറയണമെന്ന്? അവനെക്കുറിച്ച് പറയാൻ കാര്യം അവൻ ദൈവം എന്ന് മാത്രമേ അവൻ്റെ ജീവിതത്തിലുള്ളൂ. ദൈവം ആരാണെന്ന് അവനെ അറിയാം. കുറച്ച് കാര്യങ്ങളൊക്കെ കൈപ്പിശക് സ്വന്തം ശരീരത്തിൻ്റെ പരവശ്യങ്ങൾ കൊണ്ടുണ്ടായി പോയിട്ടുണ്ടെങ്കിലും ദൈവം അവനെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. അവനെ എഴുതി വച്ചിരിക്കുന്ന സാധനമാണ്, എൻ്റെ അപ്പൻ എന്നെ തിരക്കിയിട്ടില്ല, യുദ്ധം പഠിപ്പിച്ചിട്ടില്ല, എന്നെ മക്കളിൽ ഒരു നല്ല ആളായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കാടിനെയും പശുവിനെയും മേയ്ക്കാൻ വിട്ടതാണ്. എനിക്കെല്ലാ കുറവുണ്ട്. പക്ഷെ കർത്താവ് എൻ്റെ ഇടയനായത് കാരണം ഈ കുറവൊന്നും ഞാൻ അംഗീകരിക്കത്തില്ലെന്ന്. അതാണ് പ്രശ്നം. എനിക്കൊന്നും മുട്ടുണ്ടാവില്ലെന്നില്ലേ, എനിക്ക് കുറവൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അംഗീകരിക്കത്തില്ല. എന്താ കാര്യം? എല്ലാ കുറവിനും നികർത്തുന്നവനാണ് എൻ്റെ കർത്താവ്. കർത്താവാണ് എൻ്റെ ഇടയനെന്ന് പറയും. ഇതാണ് ദൈവപൈതലെ ഇല്ലായ്മക്കാരൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. അവന് വിശ്വാസം, അവന് സൗന്ദര്യമില്ല, ആരോഗ്യമില്ല, അവന് സ്കില്ലില്ല, അവന് പെർഫോമൻസ് ഇല്ല, അവന് കപ്പാസിറ്റി ഇല്ല, അവന് പ്രൊഫഷൻസി ഇല്ല, അവന് പ്രൊഫൗണ്ടല്ല, അവന് ഒരു പ്രൊഫഷണലിസം ഇല്ല, ഒരു കോപ്പുമില്ല. പച്ച മലയാളത്തിൽ പറഞ്ഞ നാട്ടുകാരുടെ നാട്ടുഭാഷയെ പറഞ്ഞ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാണ് ക്ഷമിക്കുക. പക്ഷെ ഞാൻ ആ കാര്യത്തിൻ്റെ ഈ വിഷമം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുന്നൊരു വിഷയത്തിൽ ദാവീദ് പക്ഷെ അത് അംഗീകരിക്കണില്ല. അവന് കർത്താവുള്ളപ്പോൾ എല്ലാം ഉണ്ടെന്നാണ് പറയണത്. ഇതാണ് നിലപാടെന്ന് പറയണത്. നിൻ്റെ വീട്ടിലെ ഓരോരോ ഇല്ലായ്മക്കാർ, അവർ തന്നില്ല, ഇവർ തന്നില്ല, അവരങ്ങനെ അന്ന് എന്നെ കയറ്റി വിട്ടിട്ട് ഞാൻ ഇന്ന് എവിടെ ഇരുന്നേനോ, അന്ന് അയാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര കല്യാണക്കാര്യം വന്നാണ് വീട്ടുകാർ സമ്മതിക്കഴിഞ്ഞിട്ടല്ലേ. അയാളെയാണ് ഞാൻ കെട്ടിയിരുന്നെങ്കിൽ ഇന്ന് എന്ത് മെച്ചം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ നിങ്ങളൊരു കണ്ടാമൃഗത്തോട് കാണിച്ചതെന്ന് അതിൻ്റെ പുറകെ ഇപ്പോൾ കെട്ടിയത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ വാക്കപ്പെട്ട് പോകണത്. ഇങ്ങനെ കഴിഞ്ഞകാല സംഭവം, വരാൻ പോണ സംഭവം ഓർത്തുകൊണ്ട് നിരാശയും വേദനയും ഭാരവും ദൈവത്തിന് മറന്നുള്ള സംസാരവും ദൈവത്തിലെ ഈ ഉടമ്പടിയോടുകൂടി എല്ലാം നീ അവസാനിപ്പിക്കണം. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നിനക്കെല്ലാം നേടാൻ വേണ്ടി
ദൈവം നിനക്ക് ഒരവസരം തന്നിരിക്കുകയാണ്. ഇനി ദൈവം മാത്രമെന്നും പറഞ്ഞ് ജീവിക്കാൻ നിനക്കൊരു കൃപ കൂടി കിട്ടട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, വലിയ പ്രബോധനത്തിലൂടെ കർത്താവേ ഉടമ്പടി ധ്യാനത്തിന്റെ ഞങ്ങളെ നിറച്ച് നന്ദി പറയുന്നു. കർത്താവേ, കേട്ട വചനങ്ങള് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് ദൈവം മാത്രമാണ് ഞങ്ങളുടെ കൂടെ ബോധ്യത്തിൽ ജീവിക്കാൻ ഈശോയെ ഞങ്ങൾ ദിവികാരുണ്യത്താൽ മുദ്ര ചെയ്യുന്നതിന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളെ സ്പർശിക്കണമേ. വലിയ നിമിഷത്തിലൂടെ അനുഗ്രഹ നിമിഷത്തിലൂടെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ ആരാധന. ദാവീദിന്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അവന് യുദ്ധം പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ കർത്താവ് അവന് യുദ്ധം പഠിപ്പിച്ചു. അവൻ്റെ ആട്ടിൻപറ്റങ്ങളിലേക്ക് സിംഹങ്ങളെ പറഞ്ഞു വിട്ടു. അവസാന സിംഹങ്ങളെ തല്ലിക്കൊല്ലേണ്ടത് അവൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമായി. നിൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു ആവശ്യമായിട്ട് പല രീതിയിൽ നീ സങ്കടങ്ങളെയും ക്ലേശങ്ങളെയും പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരവസ്ഥ കർത്താവ് നിന്നെ യുദ്ധം പഠിപ്പിക്കുകയാണെന്നുള്ള ബോധം ദാവീദിനുണ്ടായിരുന്ന കൊണ്ട് യുദ്ധം പഠിച്ചിട്ടുള്ള ചേട്ടന്മാരെക്കാളും അവൻ വലിയ ധന്യനാണെന്ന് പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. 1 സാമുവേൽ 17:45 ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമത്തിലാണ് വരുന്നത്. ഈ കർത്താവിന്റെ നാമത്തില് അതാണ് ഇവിടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. അത് തന്നെയാണ് 10 ദിവസം പറയേണ്ടത്. പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ലെന്ന്. ഈ വചനങ്ങളെല്ലാം യോജിച്ചു പോണതാണ്. 3:6 പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ ഇതിൻ്റെ ക്ലെയിം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ നാമമാണ്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചതെല്ലാം, നമ്മുടെ സാക്ഷ്യങ്ങളെല്ലാം നമ്മുടെ കപ്പാസിറ്റിയാണ്. അത് തന്നെയാണ് നമ്മുടെ കപ്പാസിറ്റി തന്നെയാണ് നമ്മുടെ ക്ലെയിം എന്ന് പറയുന്നത്. ക്ലെയിം ഇല്ലാതെ ഒരു ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് പുലരാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പോൾ നീ കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം. ദാവീദിനെ പോലെ പറയാൻ കഴിയില്ല ഞാൻ സിംഹങ്ങളെ കൊന്നിട്ടുണ്ടെന്ന് പറയണം. പക്ഷെ ആരാണ് കൊന്നതെന്ന് ദാവീദിനറിയാം. കർത്താവാണത് കൊന്നത്. ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിൽ പ്രത്യാശിച്ചു. അതുപോലെ കർത്താവിലെ ദീർഘക്ഷമയോടെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ കാത്തിരുന്നു. ചില കാര്യങ്ങൾ ഇത്തിരി താമസിക്കുകയാണെങ്കിൽ അതിന് ദീർഘക്ഷമ വേണം. എബ്രാഹത്തിന് ദീർഘക്ഷമ ഉണ്ടായെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതായത് ഹെബ്രായർ 6:15 ശ്രുതികടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളോട് സംസാരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. ദീർഘക്ഷമയും വാഗ്ദാനം പ്രാപിക്കാൻ ആവശ്യമായ സംഭവമാണ്. ചില വിഷയങ്ങൾക്ക് നമുക്ക് ദീർഘക്ഷമ വേണം. ചില വിഷയങ്ങൾക്ക് ദീർഘക്ഷമ വേണം എന്ന് വെച്ചാൽ ദീർഘക്ഷമ പ്രത്യാശയാണ്. അതായത് ആ വിഷയം മച്ചുറായി വരണമെങ്കിൽ ഇത്തിരി സമയമെടുക്കും. അപ്പം ആ ഓടുന്ന വണ്ടിയുടെ അകത്ത് കിടന്ന് ഓടി വ്യഗ്രത കാണിച്ച് നമ്മുടെ ആധ്യാത്മിക പാപ്പരത്വം കർത്താവിനെ ബോധ്യപ്പെടുത്തി അവസാനം പണി മേടിക്കാതിരിക്കാൻ നോക്കണം. വെയിറ്റ് ചെയ്യുക. കർത്താവ് ഒരാൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്നും വിശ്വസിച്ചു. എപ്പോഴായാലും അത് നിറവേറും. എപ്പോഴായാലും അത് അമ്മയുടെ ഒരു ഗുണം അതാണ്, ദീർഘക്ഷമയുണ്ടായിരുന്നു. കർത്താവ് ഒരാൾ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ എപ്പോഴായാലും അത് നിറവേറുമെന്ന് അമ്മ വിശ്വസിച്ചു. 1:45 ലൂക്കാ സുവിശേഷത്തിൽ. അതാണ് ദീർഘക്ഷമയെന്ന് പറയണത്.
അപ്പം ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യാശിച്ച് കാത്തിരുന്ന് പ്രാപിക്കേണ്ട വിഷയമാണ്. അപ്പം ഇതെല്ലാം നമ്മൾ കണ്ട വിശ്വാസം, നമ്മൾ കണ്ട പ്രത്യാശ, നമ്മൾ കണ്ട ദീർഘക്ഷമ, ഇതെല്ലാം ഉടമ്പടി വഴി വാഗ്ദാനം പ്രാപിക്കാൻ നമുക്ക് ആവശ്യമായ മനോഗുണങ്ങളാണ്. വിശ്വാസം, പ്രത്യാശ, ദീർഘക്ഷമ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്തവരും ഉടമ്പടി എടുക്കാനിരിക്കുന്നവരും അവർക്ക് ആവശ്യമായ ആധ്യാത്മികമായ കഴിവ്, വിശ്വാസം, പ്രത്യാശ, ദീർഘക്ഷമ, ദൈവിക പുണ്യങ്ങളായി ഞങ്ങൾ എല്ലാവരെയും പ്രായോഗികമായി അങ്ങ് അഭിഷേകം ഉടമ്പടി എടുത്ത മക്കൾ ഓരോരുത്തരെയും, ഓൺലൈൻ ഉടമ്പടി പ്രാർത്ഥിക്കുന്ന മക്കളെയും അങ്ങ് ദിവ്യകാരുണ്യത്താലൊക്കെ സ്പർശിക്കുകയും നന്ദി പറയുന്ന കർത്താവേ, അവിടെ നിയോഗങ്ങളെ തൊടുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ആരാധിക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. സമാപന ആശീർവാദം മുമ്പുള്ള രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. കണ്ണുകളടച്ച് കൈകൾ കുപ്പി കൈ നെഞ്ചത്ത് വെക്കുക. നിൻ്റെ വീട്, നിൻ്റെ ജോലി, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സാമ്പത്തികാവസ്ഥ, കുടുംബത്തിൻ്റെ സമാധാനക്കുറവ്, ഭർത്താവിൻ്റെ മദ്യപാനം, കുഞ്ഞുങ്ങളുടെ തെറ്റായ പ്രണയബന്ധങ്ങളും, മൊബൈലിൻ്റെ അഡിക്ഷൻസ്, സാമ്പത്തിക കടങ്ങൾ, നിൻ്റെ വീട് വഴിയില്ലാത്ത അവസ്ഥ, വീടില്ലാത്ത അവസ്ഥകൾ, പലതരത്തിൻ്റെ യാത്രകൾ, നിൻ്റെ ജോലികൾ, നിൻ്റെ കറസ്പോണ്ടൻസ്, നിനക്ക് വരേണ്ട പേപ്പറുകൾ, സർട്ടിഫിക്കറ്റുകൾ, പരീക്ഷകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും സമർപ്പിക്കുക. എന്തെല്ലാം ഉടമ്പടിയിലുണ്ട് അതെല്ലാം പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ അഭിഷിക്തം പ്രാർത്ഥിക്കുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരാണ് കർത്താവേ ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ എല്ലാ വിഷയങ്ങളും ഇപ്പോഴ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്ന കർത്താവ്. മാരക രോഗികള് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം സൗഖ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ത്വക്ക് രോഗികളെ, കിഡ്നി രോഗികളെ, കരൾ രോഗികളെ, മഹോദ രോഗികളെ, ത്രോൺസൈറ്റ് അസുഖമുള്ളവരെ, തൈറോയ്ഡ് അസുഖമുള്ളവർ, തലയ്ക്ക് വേദനയുള്ളവർ, തലയ്ക്ക് ഞരമ്പുകൾക്ക് കറുത് വീക്കമുള്ളവർ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, കരളിൽ വേദമുള്ളവർ, കിഡ്നി രോഗികൾ കർത്താവെ, വാതരോഗികൾ, ഉള്ളംകാൽ മുതൽ ഉച്ചവരെ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെ സ്പർശിച്ച് സൗഖ്യം നൽകുന്ന കർത്താവേ, സാക്ഷ്യമായി ഞങ്ങളെ മാറ്റി നന്ദി പറയുന്നു. സൗഖ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. പരിശുദ്ധ പരമാ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. കൈകളെ വീണ്ടും രണ്ട് കൈകളും നെഞ്ചത്ത് വെച്ചുകൊണ്ട് നിന്റെ ജീവിതം, നിന്റെ കുടുംബം, നിന്റെ ജീവിതം, നിന്റെ ഹൃദയത്തിൽ വേദനിക്കുന്ന ഓരോ അവസ്ഥകള്, ചിന്തകള്, ഓർമ്മകള്, നിന്റെ ഉത്കണ്ഠകള്, നിന്റെ വ്യഗ്രതകള്, നിന്റെ ഭാരങ്ങള് എല്ലാം നിന്റെ കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവേ, ഞാൻ 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈശോയെ കർത്താവേ, കൃപാസ്ഥാനത്താലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മധ്യസ്ഥത്താൽ ഇപ്പോൾ കൈനെഞ്ചത്ത് വെച്ചുകൊണ്ട് ഈ ആരാധന കൂടുന്ന മക്കളുടെ ഹൃദയനെഞ്ചിലുണ്ടാകുന്ന പുകച്ചിലുകള്, ഭാരങ്ങള് കർത്താവേ, എന്തെല്ലാം വിഷയങ്ങളില് അവിടെ മനസ്സിന് വേദന അനുഭവിക്കുന്നവരുടെ ഹൃദയത്തിൽ കർത്താവേ, ഓരോ ദിവസം കർത്താവേ എന്തെല്ലാം ഭാരങ്ങള്, വേദനകള്, രോഗങ്ങള്
പല വിഷയങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ആദികൾ, ഭീതികൾ, വ്യഗ്രതകൾ മനസ്സിൽ കടന്നു പോകുന്ന ആ മനസ്സുകളെല്ലാം കർത്താവെ ജീവിക്കുന്ന ദൈവം നിന്റെ തിരുമുറിവാർന്ന മറുകരത്താൽ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ അധികാരത്തെക്കുറിച്ച് ഭയങ്ങള്, വ്യഗ്രതകള്, ഉത്കണ്ഠകള്, അതിന്റെ മൂലക്കാരങ്ങൾ, അധികാര വിഷയങ്ങൾ, അടിസ്ഥാന വിഷയങ്ങള് ഇപ്പോഴും അടയാള സഹിതം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ നേർവഴി കാട്ടണം നന്ദി പറയുന്നു ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ നന്ദി പറയുന്നു കർത്താവേ. വ്യാധികളിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് നന്ദി പറയുന്ന കർത്താവേ. ഈ ആരാധന ആയിരുന്നു കൊണ്ട്, ഓൺലൈൻ ആയിരുന്നു കൊണ്ട്, തത്സമയം മക്കളെ അങ്ങ് സ്പർശിച്ച് നന്ദി പറയുന്നു. ആരാധന. നമുക്ക് സമാപനാശീർവാദം സ്വീകരിക്കാം. ദിവ്യാരണനാഥന്റെ ആശീർവാദം നമുക്ക് ശിരസ് നമിച്ച് സ്വീകരിക്കാം. മൗനമായിട്ട് നമ്മുടെ വിഷയങ്ങൾ ദിവ്യാരണ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ ആവേ